നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാം യൂട്യൂബിൽ. പക്ഷെ അത് ക്ഷമയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്, കുറച്ച് സൗണ്ടും കാര്യങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയവരായിക്കോട്ടെ, ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു ക്രിയേറ്ററാണ്. എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ ശേഷമാണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അറിയുന്ന കുറെ ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും ഇട്ടിട്ടായിരുന്നു കേട്ടോ എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത്. അപ്പൊ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയാണ്. മോണിറ്റൈസ്ഡ് ആകുന്നവരെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണമല്ലോ. മോണിറ്റൈസ്ഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. എല്ലാവരും വരുമാനം കിട്ടുവാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെ? യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ. എനിക്കാകെ യൂട്യൂബ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം ഇതിൽ ഇടാൻ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ടാവും. ഇനി ചാനൽ തുടങ്ങാനിരിക്കുന്നവരും അഥവാ ചാനൽ തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവരും ഒരുപാട് പേര് യൂട്യൂബിൽ തന്നെ ഉണ്ടാവൂലേ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, ഇനി നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ടോ, എന്താണ് എനിക്ക് വരുമാനം കിട്ടുമോ, വെറുതെ എന്റെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഞാൻ ഇനി ചാനൽ തുടങ്ങണോ, എനിക്ക് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് മടുത്തു, ഞാൻ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോ ഇടും, പിന്നെ നിർത്താൻ തോന്നും, പിന്നെയും വീണ്ടും വീഡിയോ ഇടും, അങ്ങനെ ഉള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ ഞാനൊക്കെ ആ കാറ്റഗറിയിലായിരുന്നു കേട്ടോ. കാരണം ചാനൽ തുടങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്ക് തുടങ്ങി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇടയിലൊക്കെ ഇങ്ങനെ നിർത്താൻ തോന്നും. എനിക്കിതിൽ നിന്നും ഒന്നും കിട്ടത്തില്ല, വരുമാനം ഒന്നും കിട്ടില്ല, ഞാൻ എങ്ങനെയാണ് ഈ കടമകളൊക്കെ കിടക്കുന്നത്, ഈ ഒരുപാട് പോളിസീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ കിടക്കും, അപ്പോ എനിക്ക് ആണെങ്കിൽ നേരെ വീഡിയോ എടുക്കാൻ പോലും അറിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തണം. പിന്നെ എന്താണ്, നിർത്തണ്ടാകും, കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടല്ലോ, എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ആദ്യം തന്നെ ആയി കഴിഞ്ഞു കേട്ടോ. പിന്നീട് എനിക്ക് വാച്ചവേഴ്സിനാണ് ബുദ്ധിമുട്ടിയത്. വാച്ചവേഴ്സ് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയത് കേട്ടോ. 1 വർഷം കഴിഞ്ഞില്ല, 1 വർഷം ആകുന്നതിന് മുമ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തു. എനിക്കൊരു വാശി വന്നു, എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, അപ്പോ നീ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തിട്ട് നിർത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ വന്നു. മോണിറ്റൈസ്ഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിർത്തണമെന്നല്ല, വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കഠിനമായിട്ട് ഇതിൽ വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോ ഇടുക വെച്ചാൽ നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെയാണ് ഞാൻ എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടോ. പലതരം വീഡിയോസുകളായിരുന്നു അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടായിരുതെന്ന്. അതൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സാധാരണക്കാരനും നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ സാധിക്കട്ടോ. കാരണം നമ്മളെ പോലെയുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് മറ്റുള്ളവരും. ഇപ്പൊ നിങ്ങൾക്ക് KL ബ്രോവിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തുടക്കത്തിൽ വരുമ്പോൾ അവരെങ്ങനെയായിരുന്നു കണ്ടവർക്ക് അറിയാൻ പറ്റൂലേ. അത് സാധാരണ ഒരു കുടുംബത്തിൽ കാര്യങ്ങളും പറഞ്ഞു വന്നാണ് ഇപ്പൊ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ എന്റെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണെന്ന് പറഞ്ഞു. മുമ്പ് പല ഏകദേശം ഇട്ടു. അപ്പൊ ഇപ്പൊ ഏകദേശം എന്റെ ചാനലിൽ ഹൈ റേഞ്ചിൽ എത്തി നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 40,000 30,000 വ്യൂസോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ ഏകദേശം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 50,000. പക്ഷെ മോണിറ്റൈസ്ഡ് ആകാത്ത മുന്നാണ് കേട്ടോ 50,000 2 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നത്. മോണിറ്റൈസ്ഡ് ആയ ശേഷം എനിക്ക് 50,000 എത്തിയിട്ടേ ഇല്ല. പിന്നെ എല്ലാ വ്യൂസ് മോണിറ്റൈസ്ഡ് ആയ ശേഷം എല്ലാ വീഡിയോയിലെ വ്യൂസും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കൂട്ടിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 3 ലക്ഷം വരുമോ എനിക്ക് അറിയത്തില്ല, 2 to 3 വരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഇത്രയും ഒരു 3-4 മാസമായിട്ടുള്ള വീഡിയോസിന്റെ വ്യൂസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു ഏകദേശം വരുമാനം കിട്ടിയത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയാൻ സാധിക്കും. അപ്പൊ 8 to 9 $100 വരുമാനമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും മറ്റുള്ളവർക്ക് എത്ര വരുമാനം കിട്ടുന്നു എന്നല്ലേ. അപ്പൊ KL ബ്രോവിനെ ഉദാഹരണമായി നമുക്ക് എടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് KL ബ്രോ. അത് കഴിഞ്ഞാൽ ഫിറോസിക്ക, പിന്നെ M4Tech, അങ്ങനെ കുറെ ചാനലുകളുണ്ട് ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ കേരളത്തില്. അപ്പൊ അവരുടെ വീഡിയോസിന്റെ വ്യൂസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാസം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത്ര കുറഞ്ഞൊരു സംഖ്യ കിട്ടാമെങ്കിൽ, കുറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് ചുരുക്കം സംഖ്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 8 to 9 എന്റെ ചെറിയ ചാനലാണ്, നിങ്ങൾ നോക്കണം. ഒരു വ്യൂസ് പോലും, ഒരു വ്യൂസ് അല്ല, കുറച്ച് വ്യൂസേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം. എന്റെ ചാനലിൽ പലരും വന്ന് പറയും നിങ്ങൾക്ക് വ്യൂസ് ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ടിപ്സ് ചെയ്യുന്നത്. നമ്മൾ ഒരു ടോപ്പിക്ക് തന്നെ പലരും ചെയ്യും. നമ്മുടെ ടോപ്പിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കാം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഇതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. കാരണം നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം
കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുക. അപ്പോ എന്തായാലും യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, മാസ വരുമാനം എന്ന നിലയ്ക്ക് കേട്ടോ. കാരണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നേരെ വീഡിയോ ഇട്ട് പോവുകയാണെന്ന് വെച്ചാൽ, ഒരു ടോപ്പിക് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോവുകയാണെന്ന് വെച്ചാൽ, അതിനെ പോലുള്ള വീട്ടമ്മമാരുണ്ടാവും, അതേപോലെ സ്റ്റുഡൻസ് ഉണ്ടാവും, ടൈം പാസിന് വേണ്ടി തുടങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്തായാലും ഇതിൽ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമാനം നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും പക്ഷെ നിർത്താതെ വീഡിയോ ഇടണം. എന്താ പറയാ, ഇടവിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു മാസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഇടാം അങ്ങനെ പറഞ്ഞിട്ടിടാതെ, നമ്മളിപ്പോൾ 2 ദിവസം ഗ്യാപ്പ് വിട്ടിട്ടാണെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട്, ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ടാണെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോ സാധാരണക്കാർ വിചാരിക്കുന്നുണ്ടാവും യൂട്യൂബിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഞാനൊക്കെ വിചാരിച്ച ഒരാളാണ് കേട്ടോ, ഞാനും സാധാരണക്കാരാണ്. അപ്പൊ എനിക്ക് A to Z ഒന്നും യൂട്യൂബിനെ കുറിച്ച് അറിയില്ല തുടങ്ങുമ്പോൾ. അപ്പൊ ഞാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഈ വരുമാനം കിട്ടുന്നത് വരെയും ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പലരും സെർച്ച് ചെയ്ത് തന്നെയാണ്, അല്ലാതെ ഞാൻ ആരോടും ചോദിച്ചിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്റെ കസിൻസ് ആരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവരോ എന്താ പറയാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരോ ആരുമില്ല. എങ്ങനെയാണ് ഇത് നേടിയെടുക്കുക എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ചെറിയ യൂട്യൂബേഴ്സ് ഒരുപാടുണ്ട് എനിക്കറിയാം. അവര് ഒരുമിച്ച് പോകാം, മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോയിൽ പോയിട്ട് സബിന് വേണ്ടി കമന്റ് ഇടുന്നവരുണ്ട്. അങ്ങനെ ഇടുന്നവര് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുക, ദയവ് ചെയ്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സബ് നിലനിൽക്കത്തില്ല. അത് ഞാൻ വീണ്ടും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അപ്പോ പല തെറ്റുകളും ഞാൻ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കുമോ. ഞാൻ വേഗത്തിൽ പറഞ്ഞു വരികയാണ്. കാരണം ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കൊച്ചുകുട്ടികളുണ്ട്, നിങ്ങൾക്കറിയാം, ഞാൻ പോയ വീഡിയോയിൽ പറഞ്ഞു എന്റെ മോളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയുക സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും സമയം കളയുന്നവരാണെങ്കിൽ ഒരു ടൈം എടുത്തുകൊണ്ട് വീഡിയോ എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർക്ക് മാസം വരുമാനം എന്ന നിലയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാം യൂട്യൂബിൽ. പക്ഷെ അത് ക്ഷമയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. കാരണം നമുക്ക് പറ്റും, അയ്യോ എനിക്ക് വാച്ച് അവേഴ്സ് ആയില്ല, സബ്ബായില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ചിന്തകളും പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ ലാഗ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് വാച്ച് അവേഴ്സ് ആകില്ല, സബ്ബാകില്ല, അങ്ങനെയൊന്നും ആകില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ നല്ല ട്രെൻഡിങ് സോങ്ങോട് കൂടിയ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ചെറിയ എന്തെങ്കിലും എന്താണ് നമ്മുടെ വീട്ടിലെ പാചകം ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഗാർഡനിങ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്നതായിക്കോട്ടെ. കുട്ടികൾ മാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വരണമെന്നില്ല, എങ്കിലും അവരുമായിട്ട് നമ്മൾ കളിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവത്തില്ലേ. എന്താണെങ്കിലും സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഒരു ഏകദേശം 10 സെക്കൻഡിൽ കുറവുള്ള ഷോർട്സുകൾ എടുത്തിട്ട് അതിൽ ട്രെൻഡിങ് സോങ് ആഡ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഷോർട്സിന്റെ കാര്യത്തിൽ വേഗത്തിൽ നിങ്ങൾക്ക് എന്താണ് സബ് കയറി വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് വീഡിയോ, ലോങ് വീഡിയോ, അത് നമ്മളൊരു ടോപ്പിക് എടുക്കുക. നിങ്ങൾക്ക് എന്താണ് ഡെയിലി ഇട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് ഇട്ട് പോകാൻ പറ്റുക, ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് എന്താണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്താണ് സമയം ക്രമീകരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ ഇടാൻ നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ച് അവേഴ്സും പെട്ടെന്ന് തന്നെ കയറി വരും കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരു ദിവസം ഇന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ചാനലിന്റെ ഗ്രോത്ത് എവിടെയും എത്തത്തില്ല. വളർച്ച തീരെ ഇല്ലാതെ താഴോട്ട് പോകും കേട്ടോ. അപ്പോ നമുക്ക് യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ കയറി പറ്റണം. നമ്മുടെ ചാനലും ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ യൂട്യൂബിനെ അറിയിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് മേലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്റെ ചാനലിൽ ചെറിയൊരു വരുമാനം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ യൂട്യൂബ് ടിപ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ പറയുകയല്ല കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുമാനം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എന്താ പറയാ, നമ്മള് വെറുതെ പല വീഡിയോസ് ഇട്ട് സമയം കളയാതെ ഒരു കണ്ടന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഞാനൊക്കെ കുറെ സമയം കളഞ്ഞതാണ് കേട്ടോ. എനിക്ക് അറിയത്തില്ലായിരുന്നു, പഠിച്ചു വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാനത് എന്താ പറയാ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പല തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. എന്തെങ്കിലും തിരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വരികയാണെന്ന് വെച്ചാൽ ഞാൻ അത് കേൾക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 21-ാം തീയതിയാണ് യൂട്യൂബ് വരുമാനം കയറിയതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ മാസവും എല്ലാവർക്കും 21 മുതൽ 1 വീക്കിന്റെ ഉള്ളിൽ എന്താണ് വരുമാനം കയറുന്നതായിരിക്കും. നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ 10-ാം തീയതി കയറിയിട്ട് 21-ന് ശേഷം നമ്മൾക്ക്
നമ്മുടെ ഏത് അക്കൗണ്ട് ആണുള്ളത് അതിലേക്ക് കയറുന്നതായിരിക്കും. അപ്പൊ കുറെ പേർക്ക് കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാര്യങ്ങൾ ബാങ്കിലോട്ട് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും എല്ലാ തടസ്സങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. കാരണം നമുക്കിപ്പോൾ പഠിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ ഒന്നും തന്നെ കയറാത്ത ഒരാളാണ്. എന്തോ ഭാഗ്യവശാൽ ഈ റവന്യൂ മാത്രം കറക്റ്റ് ആയിട്ട് കയറിയിട്ടോ. 22-ാം തീയതിയാണ് എന്റെ അക്കൗണ്ടിലേക്ക് കയറിയത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ എന്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ജേണി തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ചെയ്യാനുള്ള ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇൻകം കിട്ടുമോ, എന്താണ് ഇനി കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസ വരുമാനം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തളരാതെ വീഡിയോസും ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഇട്ട് പോകുക. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു എന്താ പറയാ വളർച്ച എന്ന് പറയുന്നത് യൂട്യൂബിൽ. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ വളരെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അപ്പൊ ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു വരുമാനം നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോ എനിക്ക് ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും വരുമാനം നേടിയെടുക്കാൻ പറ്റുക എന്നത്. കാരണം നമുക്ക് ഓരോ സ്റ്റെപ്പും നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ എന്ന്. അപ്പൊ നമ്മൾ അതൊരു എല്ലാം എന്താ നമ്മുടെ ക്ഷമയോടുകൂടി നമ്മൾ അതിലേക്ക് ഇറങ്ങി നിൽക്കണം. യൂട്യൂബിന്റെ ഇതിലേക്ക് മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചെറിയൊരു ടൈം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു തുക ഇതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കുന്നവരെ ചിലവർക്ക് ഒരു വാശിയുണ്ടോ, മോണിറ്റൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇട്ടാൽ മതി വരുന്നു. അങ്ങനെയല്ല, മോണിറ്റൈസ്ഡ് ആയ ശേഷമാണ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഡോളർ കയറത്തുള്ളൂ. അപ്പൊ ഇപ്പോ 1000 വ്യൂസിനാണ് $1 എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്റെ ചില വീഡിയോസിന് എന്റെ ഇപ്പൊ എഡ്യൂക്കേഷൻ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ വീഡിയോസിനും സെപ്പറേറ്റ് കാറ്റഗറി മാറ്റാം, അല്ലെങ്കിൽ ടോട്ടലായിട്ട് കാറ്റഗറി ഒന്നാക്കിയിടാം. അപ്പോ 1000 വ്യൂസിനൊന്നുമല്ല $1 കയറുന്നത്. ചിലപ്പോൾ 5000 വ്യൂസ് കിട്ടിയാലും $1 കയറണമെന്നില്ല. അപ്പൊ ഞാനിത് ഒക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ വരാനിരിക്കുന്നവരാണെങ്കിലും വന്നവരാണെങ്കിലും വീഡിയോസ് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ സാധിക്കും നിങ്ങളുടെ ചാനൽ. എന്നിട്ട് അതിൽ നിന്നൊരു വരുമാനവും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ ഒരു 2 കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 95-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണും കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ.